നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നമ്മളൊരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ, വിമാനയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുന്ന കാലമായതുകൊണ്ട് പലരും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാസ്പോർട്ടിൻ്റെയും വിസയുടെയും ഒക്കെ ഫോട്ടോകൾ എടുത്ത് അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ താൻ യാത്ര പോകുകയാണ് എന്ന് 4 പേരെ അറിയിക്കുക, അല്ല എങ്കിൽ തൻ്റെ യാത്രയുടെ തുടക്കം അത് ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ പങ്കുവയ്ക്കുക. അങ്ങനെ ഈ ഒരു ഫോട്ടോ പങ്കുവയ്ക്കുന്നതിലൂടെ, വീഡിയോ പങ്കുവയ്ക്കുന്നതിലൂടെ പലരും പല രീതിയിലുള്ള ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ഫോട്ടോയും വീഡിയോയും ഒക്കെ പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ യാത്ര തന്നെ മുടങ്ങാനുള്ള കാരണമായി മാറിയേക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വളരെ നിസാരമെന്ന് തോന്നുന്ന ഒരു ഫോട്ടോയാണെങ്കിൽ പോലും നിങ്ങളുടെ യാത്രയടക്കം മുടക്കാൻ കഴിവുള്ള ഒരു ഫോട്ടോയായി അതിന് മാറും. കാരണം അത് ആ ഒരു ഡോക്യുമെൻറ്റിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പേര്, അതായത് യാത്രക്കാരൻ്റെ പേര്, ടിക്കറ്റ് നമ്പർ, ബുക്കിംഗ് കോഡ് എന്നീ വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫോട്ടോയും കാര്യങ്ങളുമൊക്കെ പങ്കു ചെയ്യുമ്പോൾ അത് ബോർഡിംഗ് പാസ്, അതായത് ഇത്തരത്തിലുള്ള ടിക്കറ്റ് നമ്പർ, ബുക്കിംഗ് കോഡ് എന്നീ വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ബോർഡിംഗ് പാസ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അത് സൈബർ ഇടത്തിൽ പലരും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പുകൾ പുറത്തുവരുന്നത്. ഇത്തരത്തിലുള്ള ദുരുപയോഗത്തിലൂടെ ഒരുപക്ഷെ നിങ്ങളുടെ യാത്ര തന്നെ റദ്ദ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത്. ബോർഡിംഗ് പാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതിലൂടെ ഹാക്കർമാർ എല്ലാ വിവരങ്ങളും കൈക്കലാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ യാത്ര മുടക്കാൻ സൈബർ തട്ടിപ്പുകാർക്ക് ഇതുമൂലം സാധിച്ചേക്കുമെന്നാണ് പറയുന്നത്. ബോർഡിംഗ് പാസിലെ ബാർകോഡ് വഴി യാത്രക്കാരൻ്റെ ഫോൺ നമ്പർ, ഫ്രീക്വന്റ് ഫ്ലയർ നമ്പർ, അതുപോലെ തന്നെ അതേ നമ്പറിൽ ബുക്ക് ചെയ്ത ഭാവിയിലെ യാത്രാ വിവരങ്ങൾ എന്നിവയൊക്കെ തന്നെ ശേഖരിക്കാൻ ഹാക്കർമാർക്ക് ഇതുകൊണ്ട് സാധിച്ചേക്കും. സൈബർ സുരക്ഷാ വെബ്സൈറ്റ് ആയിട്ടുള്ള ക്രെബ്സ് ഓൺ സെക്യൂരിറ്റിയാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. വിമാനത്തിലെ സീറ്റ് മാറ്റൽ, എയർലൈൻ അക്കൗണ്ട് മാറ്റൽ, ആൾമാറാട്ടം നടത്തൽ എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ മാത്രം വെച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ അവരെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ബോർഡിംഗ് പാസ് പങ്കുവയ്ക്കേണ്ടുന്ന നിർബന്ധിത സാഹചര്യമുണ്ടായാൽ രഹസ്യ സ്വഭാവമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് നിലവിൽ അധികൃതരൊക്കെ നൽകുന്ന മുന്നറിയിപ്പ്. എല്ലാ യാത്രാരേഖകളും സ്വകാര്യ വ്യക്തിഗത വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഫോട്ടോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ QR കോഡ് അടക്കം പുറത്ത് കാണുന്നുണ്ടോ എന്നതടക്കം ശ്രദ്ധിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടെ വിമാന അധികൃതരൊക്കെ നൽകുന്നുണ്ട്. അതേസമയം പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ ഒരു വിമാനത്താവളവും അതുപോലെ തന്നെ അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പലപ്പോഴായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്തൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ചില റിപ്പോർട്ടുകൾ കുവൈറ്റിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതായത് സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികൾക്ക് കുവൈറ്റ് വിടുന്നതിന് മുമ്പ് അവരുടെ രജിസ്റ്റർ ചെയ്ത തൊഴിലുടമകളിൽ നിന്ന് എക്സിറ്റ് പെർമിറ്റ് നേടണമെന്നത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു സർക്കുലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് അത്. അതായത് മന്ത്രിതല സർക്കുലർ 1-ാം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് ആണ് ഇങ്ങനെയൊരു കാര്യം പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. തൊഴിലാളികൾക്ക് യാത്രയ്ക്ക് മുൻപ് എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാക്കുന്ന സമീപകാല തീരുമാനം ജീവനക്കാരുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ജൂലൈ 1 മുതൽ നിയന്ത്രണം പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചത്. ഇത് ആർട്ടിക്കിൾ 18 പ്രകാരം റെസിഡൻസി കൈവശമുള്ള എല്ലാ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും ബാധകമാണെന്ന് വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. സാഹേൽ ആപ്പ്, അതായത് പ്രവാസികൾക്ക് ആഷേൽ, മാൻ പവർ പോർട്ടൽ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകൾ വഴി എക്സിറ്റ് പെർമിറ്റുകൾക്കുള്ള അപേക്ഷകൾ ഇലക്ട്രോണിക് ആയിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഒരു തൊഴിലാളി അപേക്ഷിച്ചു കഴിഞ്ഞാൽ സാഹേൽ ബിസിനസ് ആപ്പ് അല്ലെങ്കിൽ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് നിയുക്തമാക്കിയിട്ടുള്ള ആഷേൽ പ്ലാറ്റ്ഫോം വഴി തൊഴിലുടമ അത് അംഗീകരിക്കണം എന്നുള്ളതാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാഹേൽ അപേക്ഷയിലേക്ക് ആക്സസ് ഇല്ലാത്ത ജീവനക്കാർക്ക് വേണ്ടിയോ എക്സിറ്റ് പെർമിറ്റ് അഭ്യർത്ഥനകൾ
നൽകാൻ തൊഴിലുടമകൾക്ക് അനുവാദമുണ്ട് എന്നുള്ളതും ഓർമ്മപ്പെടുത്തുന്നു. അടിയന്തര യാത്രയുടെ സന്ദർഭങ്ങളിൽ സേവനം 24/7 എന്ന രീതിയിൽ, അതായത് 24 മണിക്കൂറും ലഭ്യമായിട്ടുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങളുടെ സാങ്കേതിക വിദ്യയൊക്കെ എത്തിയിട്ടുണ്ട് എന്നും മന്ത്രാലയം വ്യക്തമാക്കി.